ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഇച്ചിരി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാവേ. സോ അതിന് വേണ്ടി ഞാനൊരു 3 കപ്പ് ബസുമതി അരി എടുത്തിട്ടുണ്ട്. പിന്നെ അത് നന്നായിട്ട് കഴുകി ഞാൻ വേവിക്കാൻ വെച്ചു. ഈ അരിയാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിവിടെ ഇന്ത്യൻ കടയിൽ നിന്ന് കിട്ടുവേ. എന്നിട്ട് അത് ഞാൻ കഴുകി 3 കപ്പ് ഈ കപ്പിലാണ് എടുത്ത്. എന്നിട്ട് ഞാൻ കഴുകി വേവിക്കാൻ വെച്ച്. എന്നിട്ട് ഇച്ചിരി ഉപ്പും കൂടെ അരിക്കകത്തോട്ട് ഞാൻ ഇട്ടു. കാരണം അരി വേകുമ്പോൾ ഉപ്പ് ഉള്ളത് നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ 4 മുട്ട എടുത്തിട്ട് ഞാനത് ചിക്കി എടുത്ത് മാറ്റി വെച്ചു. കാരണം അത് ഈ ഫ്രൈഡ് റൈസിനകത്ത് ചേർക്കാനുള്ളതാണ്. പിന്നെ അത് ഞാൻ വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ചു. ക്യാരറ്റ് എടുത്തു, ബെൽ പെപ്പർ 3 കളറിലുള്ള ബെൽ പെപ്പർ എടുത്തു, ഇച്ചിരി ക്യാബേജ് എടുത്തു, ബീൻസ് എടുത്തു, മുളകെടുത്തു, 2 വലിയ മുളകെടുത്തു കേട്ടോ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ വെജിറ്റബിൾസ്. അതിവിടെ വീട്ടിലുള്ള ഏത് വെജിറ്റബിൾസാണോ അത് ഞാൻ ഉപയോഗിക്കും. അപ്പോൾ ഞാൻ നമ്മുടെ അരിയിൽ കുറച്ച് ഒരു സ്പൂൺ നെയ്യ് കൂടെ ഞാൻ ഇട്ടു. എന്നിട്ട് നമ്മുടെ അരി ഇവിടെ വെന്ത് പാകമായി വന്നു. അപ്പം ഞാനത് മാറ്റി വെച്ചു. എന്നിട്ട് ഈ ബെൽ പെപ്പർ ഇങ്ങനെ അവിടെ മേടിക്കാൻ കിട്ടുന്നത്. എന്നിട്ട് ഞാൻ നമ്മുടെ റെഡ് ഒനിയൻ ഇല്ലേ, അത് കട്ട് ചെയ്തെടുത്തു. ഒരു ഒനിയനെ ഞാൻ എടുത്തുള്ളൂ. പക്ഷേ തിന്നായിട്ട് ഞാൻ അരിഞ്ഞു. അത് ഞാൻ നല്ലതായിട്ട് എണ്ണയിലിട്ട് മൊരിച്ച് ഒരു ബ്രൗൺ കളറാകുന്ന വരെ മൊരിച്ച് അത് ഞാനെടുത്ത് മാറ്റി വെച്ചു. അത് ഞാൻ ഫ്രൈഡ് റൈസിൽ അവസാനമേ ചേർക്കത്തുള്ളൂ കേട്ടോ. അത് തിന്നായിട്ട് അരിയെന്ന് വെച്ചാൽ ഈവനായിട്ട് അതെല്ലായിടത്തും നന്നായിട്ട് ഒരുപോലെ വേകാനാണ്. പിന്നെ ഞാൻ കുറച്ച് കാഷ്യൂ നട്ട് എടുത്തു, അതും നെയ്യിൽ വറുത്തു. കുറച്ച് കിസ്മിസ് എടുത്തു, അതും നെയ്യിൽ വറുത്ത് എടുത്ത് മാറ്റി വെച്ചു. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമ്മൾ എത്രമാത്രം ചേർക്കാൻ കൊതിക്കുന്നോ ആ അളവിലാണ് എടുക്കുന്നത്. എൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഞാനത് എടുക്കും കേട്ടോ. എന്നിട്ട് അതെല്ലാം ഞാൻ വറുത്ത് കോരി മാറ്റി വെച്ചേക്കുക. പിന്നെ നമ്മുടെ സവാളയുണ്ട്, കാഷ്യൂ നട്ടുണ്ട്, കിസ്മിസ് ഉണ്ട്. കണ്ടോ, ഇത് ഞാൻ അവസാനം ഫ്രൈഡ് റൈസ് എല്ലാം ശരിയാക്കി കഴിഞ്ഞിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനത് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുപ്പിൽ നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന വെജിറ്റബിളെല്ലാം കൂടെ വേവിക്കുക. ഇച്ചിരി എണ്ണ ഇട്ടിട്ട് ഞാൻ ആദ്യം നമ്മുടെ ക്യാരറ്റ് ഇട്ടത്. കാരണം ക്യാരറ്റിനാണല്ലോ കുറച്ചുകൂടെ വേവ് വേണ്ടത്. അപ്പം അത് ഞാൻ ക്യാരറ്റ് ഒരു മീഡിയം തീയിലിങ്ങനെ ഇത് ഇളക്കി കൊടുത്തു. പിന്നെ അതിനകത്തോട്ട് ക്യാബേജ് ഇട്ടു. ക്യാബേജും അത് വേവണം അതിനകത്ത്. ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഉപ്പിടുവേ. കാരണം ഈ വെജിറ്റബിളിനകത്തൊക്കെ ഉപ്പ് ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് പിടിച്ച് വരുന്നതാണ് നല്ലത്. പിന്നെ ബീൻസ് ഇട്ടു. ബീൻസൊക്കെ ഞാൻ ചെറുതായിട്ടല്ല അരിഞ്ഞ് വെച്ചേക്കുന്നത്. കാരണം എന്നാലേ അത് എല്ലായിടത്തും ഒരുപോലെ വരത്തുള്ളൂ. എല്ലാം ഒരേ രീതിയിൽ തന്നെ നമ്മൾ അരിയുകയും ചെയ്യണേ. എന്നിട്ട് ഞാൻ അതിനകത്തോട്ട് 2 പച്ചമുളക് അരിഞ്ഞതും ചേർത്തു. പിന്നെ പതുക്കെ ഇളക്കി കൊടുത്തു. അതെല്ലായിടത്തും ഒരുപോലെ വെന്ത് വരണം. ചിലരാണെങ്കിൽ വേവിച്ചിട്ട് പിന്നെ കൊണ്ട് ചേർക്കും. ഞാൻ പക്ഷേ ഇങ്ങനെ ഈ എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് അങ്ങനെ വെന്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഞാനത് കഴിഞ്ഞിട്ട് നമ്മുടെ പച്ചപ്പട്ടാണി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. കണ്ടോ, ഞാൻ ഉപ്പിടുന്നത് കണ്ടോ. ഉപ്പ് ഇടുന്ന ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുക. കാരണം ഈ വെജിറ്റബിളിനകത്തെല്ലാം വെന്ത് വരുമ്പോൾ ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അത് ഞാൻ പതുക്കെ ഇളക്കി കൊടുക്കുക, അതെല്ലാം ഒരുപോലെ വെന്ത് കിട്ടാൻ വേണ്ടി. എന്നിട്ട് ഞാൻ അതിനകത്ത് നമ്മുടെ പച്ചപ്പട്ടാണി എനിക്ക് കിട്ടിയിരുന്നു, ഗ്രീൻ പീസ്. അത് ഞാൻ 1 കപ്പ് എടുത്തു കേട്ടോ. കാരണം അതൊക്കെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളല്ലേ. നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി ഈ ബെൽ പെപ്പറും നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന എല്ലാ പച്ചക്കറിയും കൂടെ ഇട്ട് ഒന്നിച്ച് ഇളക്കി എല്ലാം വെന്ത് വരുന്ന പോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ട് കരിയരുത് കേട്ടോ. കരിയാതെ നമ്മളത് സൂക്ഷിക്കണം. അത് കഴിഞ്ഞല്ലോ സോയാ സോസ് ഞാൻ ഒരു 2 ടീസ്പൂൺ എടുത്തു. സോയ സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ ക്യാച്ചപ്പും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഫ്രൈഡ് റൈസിനകത്ത് ഈ വെജിറ്റബിളിനകത്തോട്ട് ഞാൻ ചേർക്കും. എന്നിട്ട് ഇളക്കി കൊടുത്തു. അതെല്ലായിടത്തും ഒരുപോലെ വരത്തക്ക രീതിയിൽ മൊത്തം ഇളക്കി. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ എഗ്ഗ് നമ്മൾ ചിക്കിയില്ലേ, അതും ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ സോയ സോസും ക്യാച്ചപ്പും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ടത്. പിന്നെ അതിന് ശേഷം നമ്മുടെ അരി വേവിച്ച് വെച്ചിരുന്നത് ആ ചോറ് ഞാൻ അതിനകത്തോട്ട് കൊട്ടിയിട്ടു. എന്നിട്ട് എല്ലാം കൂടെ എല്ലായിടത്തും വരത്തക്ക വിധത്തിൽ ഇളക്കി കൊടുത്തു. കാരണം എല്ലായിടത്തും ഒരുപോലെ വരണം.
പിന്നെ പച്ചക്കറിയും സോസും എല്ലാം കൂടെ ഒരുപോലെ പിടിക്കത്തക്ക വിധത്തിൽ ഞാൻ ചേർത്തു. എന്നിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാനൊരു ട്രേയിലോട്ട് ഇത് മാറ്റിയിട്ട് പിന്നെ നമ്മുടെ കാഷ്യൂ, കിസ്മിസും നമ്മുടെ പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന സവോളയില്ലേ അതും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വിതറി. പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ 2-3 കണ്ടോ തണ്ട് നമ്മുടെ പുതിന ഇലയൊക്കെ എടുത്ത് നല്ലതായിട്ട് അടിപൊളിയായിട്ട് ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രൈഡ് റൈസിൻ്റെ ഫൈനൽ ലുക്ക്. ഓക്കെ, ഹോപ്പ് യു എൻജോയ്.